പാലക്കാടിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ കൊട്ടേഷൻ മാഫിയ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കുക, നമ്മൾ അവളോടൊപ്പം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല, അത് ബോയ്ക്കോട്ടെ എന്നുള്ളൊരു സ്ഥാനം. ഒരു ജനപ്രിയ ലേബലിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ പോയിരുന്നത് അതിന് കൈയടിക്കാനോ ആ നായകന്റെ എൻട്രിയിൽ ആഹ്ലാദിക്കാനോ സാധിക്കില്ല. തിരുവനന്തപുരം ആയാലും, കൊച്ചി ആയാലും, കോഴിക്കോടായാലും, തൃശ്ശൂർ ആയാലും, ഇതുപോലുള്ള പല ജില്ലകളിൽ എടുത്ത് നോക്കിയാൽ പോലും ടിക്കറ്റ്സ് കിട്ടാനില്ല. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് നിൽക്കുകയാണ്. ലാസ്റ്റ് ഒരു മണിക്കൂറിൽ ഏകദേശം 14,390 ടിക്കറ്റാണ് ലാസ്റ്റ് 1 അവറിൽ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ബബ്ബ സിനിമ കണ്ടു വന്നതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ കമന്റ് ബോക്സിലും പിന്നെ ബാക്കി പല വീഡിയോസിലെ കമന്റ് ബോക്സിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ചില ആളുകൾ വന്നിട്ട് അൾട്ടിമേറ്റ് നെഗറ്റീവ് സാധനങ്ങളൊക്കെ പടച്ചിട്ടുകൊണ്ടിരുന്ന കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സിനിമയെങ്കിലും കണ്ടിട്ട് ഇമാതിരി കമന്റ് കാര്യങ്ങളൊക്കെ ഇടുക. ഒരു പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് കുഴപ്പമില്ല, പക്ഷെ പടം കാണാൻ വന്നിട്ട് ഇമാതിരി വർത്താന കാര്യങ്ങളൊക്കെ പറയരുത്. ഒരു സിനിമ നമ്മൾ എന്തിനാണ് തിയേറ്ററിൽ കാണാൻ പോകുന്നത്? നമ്മൾ കുറച്ച് സമയം എന്റർടൈൻഡ് ആയിട്ടിരിക്കുക എന്നുള്ള സാധനമാണ്. ആ ഒരു പരിപാടി സിനിമ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നോക്കിയാൽ പോരെ. പിന്നെ ഒരു കലാകാരനെയും അയാളുടെ കലയും രണ്ടും രണ്ട് രീതിയിൽ കാണണം എന്നുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇതിനകത്ത് ദിലീപ് മാത്രമല്ല അഭിനയിക്കുന്നത്, ലാലേട്ടൻ, അങ്ങനെ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. ഈ സിനിമയ്ക്ക് പിന്നാമ്പുറത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ എമ്പുരാൻ സിനിമ ഇതുപോലെ ബോയ്ക്കോട്ട് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ആ ഒരു ടൈമിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ സിനിമ കാണുന്നില്ല എന്ന് വിചാരിച്ച ആൾക്കാർ പോലും ഇത്രയും സാധനങ്ങൾ വന്നപ്പോൾ ഇത്രയും രീതിയിൽ ആ സിനിമയെ തകർക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കിന് കുറേ ആൾക്കാർ എന്നാൽ പിന്നെ ഞാൻ സിനിമ കണ്ടിട്ടേ പോകുന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരുണ്ട്. അത് സിനിമയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ. ഓക്കെ, ഈ വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. എന്താണെങ്കിലും ദിലീപ് അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ഇനി ആരും ഈ ഒരു സിനിമ കാണണ്ട, ബോയ്ക്കോട്ട് ദിലീപ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ 4 സൈഡിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മുന്നോട്ട്, പാലക്കാടിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ കൊട്ടേഷൻ മാഫിയ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കുക, നമ്മൾ അവളോടൊപ്പം. തിയേറ്ററിന്റെ ഒക്കെ ഈ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്ന സൈഡിലെല്ലാം കൊണ്ടിട്ട് ഈ ഒരു സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആളുകൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടോ, ഇങ്ങോട്ട് വെക്കാം. നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇരയ്ക്ക് നീതി കിട്ടണം, പക്ഷെ അതിന് ദിലീപ് എന്ന് പറയുന്ന ആളെ ബലികാടാക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ആര് വന്നാലും അതിനോട് യോജിക്കുന്നില്ല, ഒരിക്കലും ആ പടം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല, അത് ബോയ്ക്കോട്ടെ എന്നുള്ളൊരു സ്ഥാനം. ഒരു ജനപ്രിയ ലേബലിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ പോയിരുന്നത് അതിന് കൈയടിക്കാനോ ആ നായകന്റെ എൻട്രിയിൽ ആഹ്ലാദിക്കാനോ സാധിക്കില്ല. ഇത്രയും വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പല ആളുകളുടെ അടുത്തും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ പടം കാണുകയോ കാണാതിരിക്കുകയോ, അല്ലെങ്കിൽ ആ ഒരാളുടെ മുഖം കാണുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് അവളോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ കാണിച്ചു കൂടുന്ന ചില പ്രഹസനങ്ങളുണ്ട്. ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു വീഡിയോ ഇങ്ങോട്ട് വെക്കാം. എന്തോന്ന് മഹാനാണ്, അയാൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ. എന്നാൽ ഈ ഒരു സിനിമയിലൂടെ ജനപ്രിയത കൂടുതൽ കൂട്ടാനായിട്ട് ലാലേട്ടന്റെ കൂടെ ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ജനപ്രിയത കുറയും എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് ലാലേട്ടന്റെ ഇപ്പൊ എന്തോരം പോസ്റ്റുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അവരൊക്കെ ഭാഗമായ സിനിമകൾ ഞാൻ കാണും, പക്ഷേ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളുകൾ മലയാള സിനിമയുടെ നല്ല ആളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ ആളുകളാണ്. ദിലീപിന്റെ സിനിമയിൽ മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. വേടനെതിരെ ശ്രീലക്ഷ്മി സ്വീകരിച്ചത് ഞാൻ വേടനെ മാത്രമേ എനിക്കത്തുള്ളൂ. അതും ഇവർ ഒരേ സമയം വേടനാളെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തില്ല, ആരും പോയി തട്ടിക്കൊണ്ട് വന്നിട്ടില്ല. അതിജീവിതയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടില്ല. അതിജീവിതയ്ക്കെതിരെ പോസ്റ്റ് ഇടാൻ വേണ്ടി അതിജീവിതയ്ക്കെതിരെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഡിഫെയിം ചെയ്യാൻ ഒന്നും PR ഒന്നും കൊടുത്തിട്ടില്ല. വേടൻ കോർട്ട് പ്രൊസീജിയറിന്റെ അകത്ത് തന്നെയാണുള്ളത്. വേടൻ മീഡിയസിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തി മുന്നേറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് തിരുത്തി മുന്നേറാൻ ശ്രമിക്കുന്നു പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു പ്രചാരം നമ്മൾ എടുക്കുക. ഒന്നിലധികം കുറ്റാരോപണം വന്ന ഒരു സീരിയസ് ക്രൈം തന്നെയാണ് വേടൻ. ഒന്നിലധികം കുറ്റാരോപണം. ഈ ശ്രീലക്ഷ്മി അറക്കലൊക്കെ ഇല്ല. അഖിൽമാരാറിന്റെ കാര്യം പറഞ്ഞത് ഓക്കെ. കാര്യം അമ്മാതിരി തെണ്ടിത്തരം, അങ്ങേ ചെറ്റത്തരം തന്നെയാണ് അഖിൽമാരാർ ഈ ഒരു വിഷയത്തിൽ വന്ന് പറഞ്ഞേക്കുന്നത്. കാര്യം ആ ഒരു സംഭവം ഡെമോ ചെയ്തത് നോക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ തെണ്ടിത്തരം തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. അതായിരിക്കും ഈ അഖിൽ മൈരാർ എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചിരുന്നത്. പക്ഷേ ഇതിനകത്ത് ലാലേട്ടനെയൊക്കെ പറയാനെ കൊണ്ട് ലാലേട്ടൻ ഇതിനകത്ത് എന്ത് തെറ്റാണ് ചെയ്തത്? പടത്തിൽ അഭിനയിച്ചു എന്ന് പറയുന്നതാണ്. ആ പടത്തിനകത്ത് ലാലേട്ടൻ്റെ ഒരു സ്വാഗ്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പണ്ട് പല സിനിമകളിലും കണ്ടു പറഞ്ഞേക്കുന്ന കുറേ നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന കുറേ സാധനമുണ്ട്. അത് ഈ പടത്തിനകത്ത് നമുക്ക് കുറച്ച് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, മറ്റേ ആറാട്ട് സിനിമയൊക്കെ ഈ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനിൽ വന്നിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റിലൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എല്ലാ ആൾക്കാരും കുറച്ചുകൂടെ അധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പക്ഷേ ആ സിനിമ പോലും മാറിയാണ്. ഓക്കെ, അതുപോലെ കുറെ അത്രയും എക്സെൻട്രിക് ആയിട്ട് ഈ ഒരു പഠനത്തിൽ കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ലാലേട്ടനെ കുറിച്ചിട്ട് ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്. വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മാതിരി അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക സ്പേസ് ഉണ്ട്, സാമ്പത്തിക സ്പേസാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടത്.
ബബ്ബബ്ബ സിനിമയിൽ ലാലേട്ടനും അഭിനയിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ അഭിനയിച്ച ആ ഒരു സിനിമയുടെ പോസ്റ്റർ അല്ലാതെ വല്ലവരും അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ ആണെന്നോടെ കൊണ്ട് ഷെയർ ചെയ്യേണ്ടുന്നത്. ലാലേട്ടൻ അഭിനയിച്ച ആ ഒരു സിനിമയുടെ പോസ്റ്റർ പുള്ളി ഷെയർ ചെയ്തു. അതിലിപ്പോൾ എന്താണ് പ്രശ്നം? എന്താണ്? എന്നിട്ട് താൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു വിഷയത്തിൽ അങ്ങനെ പറയും, മറ്റേ വിഷയത്തിൽ മാറ്റി പറയും. അങ്ങനെ ഒരു രീതിയിൽ അത് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. എന്താണെങ്കിൽ ഇതിൻ്റെ താഴെ ബൈജു പുള്ളി വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റർ അല്ലാതെ പിന്നെ അണ്ടിയുടെ പടം ഷെയർ ചെയ്യണോ? ഇത് ആൻറ്റി ഇട്ട ഒരു സാധനം ആൻറ്റിയുടെ പടമാണോ ഷെയർ ചെയ്യേണ്ടത്? അങ്ങനെ സ്പെല്ലിങ് തെറ്റിപ്പോയതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളി എന്താണെങ്കിലും കൊള്ളിക്കേണ്ട രീതിയിൽ തന്നെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഒരു സിനിമയിലും പുള്ളി അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു വേഷമാണ്, ഭയങ്കര രസമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പടം കണ്ടിട്ട് വന്നതിന് ശേഷമുള്ള ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് നോക്കാം. നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഇവിടെ പറയുന്നുണ്ട്. അടിപൊളി പടം. ലാലേട്ടൻ നോക്കി, അതായത് പുള്ളി മറ്റേ നരസിംഹം രാവണപ്രഭു ആ ലെവല് അഴിഞ്ഞാട്ട് കുറേ ചുമ്മാ തമിഴ് സിനിമയുടെ കുറെ ഗിമ്മിക്സ് ഇട്ടിട്ട് പിന്നെ കുറെ KGF-ന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യാനാ? എടാ ദിലീപേട്ടന്റെ കൊലത്തൂക്കായിരിക്കും. കൊലത്തൂക്കല്ല, കൊലത്തൂക്കി കഴിഞ്ഞു. പാട്ടി തന്നെ ഉണ്ടല്ലോ. ഏതാ പാട്ട്? അഴിഞ്ഞാട്ടം അണ്ണൻ തമ്പി വാഴും നാടാണിത്. പോരെ, അത് മതി. അണ്ണനും തമ്പി ഫൈറ്റ് സീക്വൻസ് എങ്ങനെ? ലാലേട്ടന്റെ ഫൈറ്റ് സൂപ്പർ നല്ല കിട്ടുന്നുണ്ട്. 2 ഫൈറ്റ് ഉണ്ട്. അഴിഞ്ഞാട്ടം 2 കോമ്പോ വർക്കൗട്ട് അല്ലായിരുന്നു. നല്ല വർക്കൗട്ട് വെച്ചാൽ പാട്ട്, ഫൈറ്റ്, എന്റർടൈൻമെന്റ്. കഥ ലോജിക് ഒന്നും നോക്കരുത്. ഒരു പക്കാ ദിലീപേട്ടൻ ഷോ എന്ന് പറയുന്നത്. ഫുൾ ഷോ. അതന്നെ പറഞ്ഞ ഒരു വാളയാർ പരമേശ്വരനിൽ CID മൂസയ്ക്ക് ഉണ്ടായ ഒരു സാധനം. ഇങ്ങനത്തെ ഒരു ദിലീപാണ് നമുക്ക് കാണാൻ കാത്തിരുന്നത്. ജനപ്രിയ നായകൻ തന്നെ. പിന്നെ അല്ലാതെ കാണാൻ ഇഷ്ടമില്ലാത്തവരും മാനത്തോട് നോക്കി കുരച്ചോണ്ടിരിക്കട്ടെ. അത്രേ ഉള്ളു പറയാൻ. ദിലീപേട്ടൻ ഉറപ്പ് തിരിച്ചു കിടിലം പടം. ബാക്കിയുള്ളവർക്കൊക്കെ കൂടി മറുപടി കാണിച്ചു. ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം പിന്നെ പറയണല്ലോ, ഓണ് സാധനം വിഷയം പടം. കണ്ടോണ്ടിരിക്കാൻ സൂപ്പർ ആണ്. ലൈക്ക് എന്റർടൈൻമെന്റ് പക്ക പീക്ക് എന്റർടൈൻമെന്റ്, ലോജിക്, ക്ലൈമാക്സ് എല്ലാം നോക്കി. ലാലേട്ടൻ വരുന്നോളം പിന്നെ പടം അങ്ങ് മാറും. 100 കോടി അടിക്കും. 100 കോടി അടിക്കും. ധ്യാനം വിനീത് എല്ലാം പണം തൂക്കി. മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് 4 സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു പടം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന 2 റീസൺ. ഒന്ന് ലോജിക്കില്ല, പിന്നെ കഥയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്ലോട്ട് എന്ന് പറയുന്നൊരു സാധനം ഇല്ലെന്നൊക്കെ ശരിയാണ്. പ്രത്യേകിച്ച് കഥയോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ കഴിഞ്ഞ പഠിക്കാതെ പറയാൻ വിട്ടുപോയൊരു സാധനമാണ് നമ്മൾ ഈ ഷോറിയിൽ കാണൂലേ, അതിൻ്റെ ഒരു കുറച്ചുകൂടെ വലുതാക്കിയ ഒരു വർഷം പോലെയാണ്. അതിനകത്ത് ലാലേട്ടൻ, ദിലീപ്, അങ്ങനെ കുറച്ച് ആളുകൾ അഭിനയിക്കുന്നു. ആ ഒരു പരിപാടിയാണ്. അതിനകത്ത് തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഇനി ലോജിക് എന്ന് പറയുന്ന സാധനം നിങ്ങൾ മാറ്റി വെച്ചേക്കുക, നിങ്ങളൊരു മാഡ്നസിൻ്റെ ഒരു വേൾഡിലോട്ടാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെന്ന് പറയുന്നു. കംപ്ലീറ്റ് ആ ഒരു മാഡ്നസ് ആണ്. കയറിയങ്ങ് അഴിഞ്ഞാട്ടാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന കുറേ. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു ഡിസ്കോ പാർട്ടിയുടെ ഒരു സാധനമുണ്ട്, DJ പാർട്ടിയുടെ ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഒരു ഫൈറ്റ് ഒരു സാധനമുണ്ട്. എൻ്റെ മക്കളെ സീന് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനകത്ത് വന്നു പോകുന്ന ചില പാട്ടുകൾ, ഇതൊക്കെ അത് ഭയങ്കര സാധനമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കഥ എന്ന് പറയുന്നൊരു സാധനമൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പടം ബോയ്ക്കോട്ട് അല്ലെങ്കിൽ ഈ പടം കാണരുത് എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എമ്പുരാൻ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഈ രീതിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ അവസ്ഥ നമുക്ക് നോക്കാം. അടുത്ത ദിവസത്തിലെ പ്രധാനപ്പെട്ട സെന്ററുകളിലൊക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ആയാലും, കൊച്ചി ആയാലും, കോഴിക്കോടായാലും, തൃശ്ശൂരായാലും, ഇതുപോലുള്ള പല ജില്ലകളിൽ എടുത്തു നോക്കിയാൽ പോലും ടിക്കറ്റ്സ് കിട്ടാനില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാവിലെ ഉണ്ടാക്കിയ ഇത്രയധികം വലിയ ഓളമാണ്. ഫാൻസിന്റെ ഭാഗത്തു നിന്നും വലിയ അഭിപ്രായം ഈ സിനിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ ഒരു തരംഗം ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഫാൻ ഷോ ആണ്. പിന്നീട് അതിനുശേഷം 11:30 ഷോ ഉണ്ടായിരുന്നു, 11 മണിക്ക് ചിലരുടെ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ആ ഓളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി. ഇന്നത്തെ ദിവസം രാത്രി ഒക്കെ തന്നെ ഇതിന്റെ ഷോ ഫുൾ ആവുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പലയിടത്തും എക്സ്ട്രാ ഷോസ് അവർ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഷോ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പലയിടത്തായിട്ടും എക്സ്ട്രാ ഷോസും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പല സ്ക്രീനുകളും ബബ്ബയ്ക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇതിൽ ബുക്കിംഗ് തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഈ ഉച്ചയ്ക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് നിൽക്കുകയാണ്. ലാസ്റ്റ് 1 മണിക്കൂറിൽ ഏകദേശം 14,390 ടിക്കറ്റാണ് ലാസ്റ്റ് 1 അവറിൽ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയോടുള്ള ട്രെൻഡിംഗ് പാറ്റേൺ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ഏകദേശം 18,000-ഓളം ടിക്കറ്റുകളാണ് ആദ്യത്തെ മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ടത്. ആ ട്രെൻഡ് പിന്നീട് കുറഞ്ഞു. പിന്നീട് ഈ റിലീസിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം പിന്നെ 10,000-ആയി, പിന്നീട് 5,000-ആയി, 4,000-ആയി, 3,000 വരെയൊക്കെ എത്തി. അതിനുശേഷം ഈ ആദ്യ റെസ്പോൺസിന് ശേഷം വീണ്ടും ഒരു റോക്കറ്റ് പോലെ ഇതിങ്ങനെ കയറുകയും 8,000, 10,000, 13,000, 14,000 വരെ ഇപ്പോൾ നിലവിൽ എത്തി നിൽക്കുകയാണ്. ഏകദേശം ക്ലോസ് ടു 15,000 ടിക്കറ്റ്സ് പെർ അവർ എന്നുള്ള രീതിയിലേക്ക് നിലവിൽ നല്ലൊരു സ്ട്രോങ് സ്റ്റാർട്ട് തന്നെയാണ് ബബ്ബയ്ക്ക് കിട്ടുന്നത്. പടം കാണില്ല, പടം ഇനി ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെയ്ത ടൈമിലാണെങ്കിൽ തലേന്നേ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പോലും സീറ്റുകളൊന്നും ഇല്ല. പല തിയേറ്ററുകളും നോക്കിയിട്ട് ഏറ്റവും ഫ്രണ്ട് റോയിലാണ് സീറ്റുള്ളത്. അതുപോലെ നിറഞ്ഞിരിക്കുക, ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ ബോയ്ക്കോട്ട് കാണില്ല ഇതൊക്കെ പറയുമ്പോൾ ഈ പ്രതിഷേധം ഒരു സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ആ പ്രതിഷേധത്തിനെതിരെ കുറച്ച് ആളുകളൂടെ വരുമല്ലോ. ഇപ്പോൾ പടം കാണാൻ ഇപ്പം ദിലീപിൻ്റെ സിനിമകൾ പല ആളുകളും ഇതുപോലെ ഫസ്റ്റ് ഷോ പോയി പല ആൾക്കാരും അങ്ങനെ കാണുന്ന അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷേ അവർ പോലും ഇത് പോയി കാണുന്ന അങ്ങനെ തുരമൂത്ത് പല ആൾക്കാരും ടിക്കറ്റ് എടുത്തേക്കും തന്നെ ഈ ഒരു പ്രതിഷേധം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ,
സിനിമയായിട്ട് കാണുക. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളിലോട്ടൊക്കെ അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ളൊരു താല്പര്യമാണ്, പോവാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്ത് പോസ്റ്റർ ഒട്ടിച്ച് ഇതുപോലെ പടം കാണരുത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ആ പടത്തിൽ ദിലീപ് ഒരാളല്ലടെ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ദിലീപ് ഒരാളല്ല അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടാണ്. പടം ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല നിങ്ങൾ പറഞ്ഞു, പക്ഷേ ഇമാതിരി പോസ്റ്റർ ഒട്ടിച്ച് ഈ രീതിയിൽ ബോയ്ക്കോട്ട് അല്ലെങ്കിൽ ഈ പടം ഇനി ഓടണ്ട എന്ന രീതിയിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കിനും എന്താണിത്. ഇനി ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയിലോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മീഡിയാസിൽ വന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്കയുടെ ചെയറിലിരിക്കുന്നയാൾ സിനിമ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു, ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പോൾ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതുകൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ദിലീപ് വേടൻ റേ എന്നുള്ള രീതിയിലാണ് ഭാഗ്യലക്ഷ്മി ചേച്ചിയാണെങ്കിലും പറയുന്നത്, ശ്രീലക്ഷ്മി അറക്കലാണെങ്കിലും പറയുന്നത്, ഇവർ രണ്ടുപേരും പറയുന്നതാണ് വേടൻ കൊട്ടേഷൻ കൊടുത്തില്ല, അതാണ് വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. ഇവര് മുന്നുള്ള വിഷയങ്ങളിലൊക്കെ ഇത്തരത്തിൽ കലയും കലാകാരനെയും രണ്ട് രീതിയിൽ കാണാൻ പറ്റുന്ന ആൾക്കാർ മറ്റൊരു വിഷയം വരുമ്പോഴത്തേക്കിന് കലയും കലാകാരനെ രണ്ട് രീതിയിലല്ല ഒറ്റ ഇതായിട്ടാണ് കാണേണ്ടത്. ആ രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതേ ഭാഗ്യലക്ഷ്മി പുള്ളിക്കാരിയാണെങ്കിൽ മുമ്പ് മീഡിയാസിൽ ഈ വേടന്റെ വിഷയം അന്ന് ഈ രാമലീല ഇറങ്ങിയ ടൈമിലാണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. കേരളം കാണണോ രാമലീല എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, നാളെ ദിലീപിന്റെ രാമലീല ചിത്രം റിലീസ് ചെയ്യുകയാണ്, കാണാൻ പോകുന്നുണ്ടോ? ഞാൻ പോകും, തീർച്ചയായിട്ടും ഞാൻ പോകുന്നതിൽ ഒരു സംശയമില്ല. അപ്പം നാളെ തന്നെ പോയി ഇടിയും തള്ളിൻ്റെ ഇടയിലൊന്നും എനിക്ക് കാണാനൊന്നും വയ്യ. അതുകൊണ്ടാണ് പൊതുവേ ഏത് സിനിമ ഇറങ്ങുകയാണെങ്കിലും ഫസ്റ്റ് ഷോ കാണുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ കാണും, ഞാൻ ആ സിനിമ മാത്രമല്ല നാളെ ഏത് സിനിമ ഇറങ്ങിയാലും ഞാൻ കാണും. എന്തുകൊണ്ട്? ചേട്ടാ, ഞാനൊരു സിനിമ പ്രവർത്തകയാണ്. ഇതെല്ലാത്തിനും അപ്പുറം ഇത് ഞങ്ങളുടെ കൂടെ, അതായത് ഞാൻ ഫെഫ്കയുടെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഒരു തൊഴിലാളിയുടെ സിനിമയാണ്. ഒരുപാട് തൊഴിലാളികൾ അതിലുണ്ട്. ഇതിനെ ഒരാളുടെ സിനിമ ഒരു കാലത്തും ഇപ്പം ഇങ്ങനെ ഒരു നടിയുടെ ഇഷ്യൂ വെച്ചുകൊണ്ടല്ല ഞാൻ ഇത് സംസാരിക്കുന്നത്. അതായത് ഈ നടിയുടെ ഇഷ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഇത് ആ നടൻ്റെ സിനിമ എന്ന് പറഞ്ഞൊരു മുദ്രകുത്തലുണ്ട്. പണ്ടും എനിക്ക് ഇന്ന നടൻ്റെ സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ഒരു സിനിമയും കാണാൻ പോകാറില്ല. എങ്ങനെ ഇരിക്കുന്നു ഒരു സംവിധായകൻ്റെ, അത് പുതിയ സംവിധായകനാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ആകാംക്ഷയുണ്ടായിരിക്കും. 5 വർഷം കഠിനമായിട്ട് പ്രയത്നം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ആ സിനിമയിൽ പ്രവർത്തിച്ച് ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഒന്നടങ്കം തൊഴിലാളികളെ, ടെക്നീഷ്യൻസിനെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കണ്ടു. എത്ര സ്റ്റാൻഡാണ് നിങ്ങൾക്ക്? അല്ല, അറിയാൻ മേലുണ്ട് എത്ര സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ഈ ഒരു പടത്തിന്റെ കാര്യത്തിലും ഈ പടത്തിൽ ദിലീപ് ഒറ്റൊരാൾ അഭിനയിച്ചേക്കുന്ന പടമല്ലല്ലോ. അന്ന് ഇതിങ്ങനെ കുറ്റാരോപിതനായിട്ട് നിന്നേക്കുന്ന ഒരു ടൈമാണ്. ഇതിനകത്ത് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാണ് തെളിവുകളുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞ് നിന്നേക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുള്ളിക്കാരി ഇപ്പം മാറ്റിയിട്ട് ഈ രീതിയിൽ പറയുന്നത്. കണ്ടോ, മോഹൻലാലൊക്കെ എന്താണിത്, എന്തിന്റെ കേടാണിത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എത്ര സ്റ്റാൻഡാണ് നിങ്ങൾക്ക്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്, ബസ് സ്റ്റാൻഡാണോ നിങ്ങൾ? ഇപ്പം അതുപോലെ തന്നെ ഈ ഒരു പടത്തിൽ എത്ര ആൾക്കാരുടെ അധ്വാനമാണ് ഈ ഒരു സിനിമ. ബോയ്ക്കോട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവരുടെ അധ്വാനത്തിനൊന്നും വിലയില്ലാണ്ടായി പോകുന്ന പോലെ അല്ലേ ഇത്. ഒരു മര്യാദയൊക്കെ വേണ്ട. എന്നിട്ട് തിയേറ്ററിൽ പോയി പോസ്റ്റർ ഒട്ടിച്ച് വെക്കുക, എന്നിട്ട് ബോയ്ക്കോട്ട് ഇനി കാണരുത്, പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിനിമയായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ആക്റ്റീവ് ആവുന്ന ഈ ട്രെൻഡ്സ് കാര്യങ്ങൾ, പല റീൽസും കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഈ മീംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കാണാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിരാശ ഉണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞത് ഫസ്റ്റ് ഹാഫിലെങ്കിലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവില്ല. ആൻഡ് ചില റിയൽ ഇൻസിഡൻസിന്റെ ഒരു സംഭവം ഞാൻ ഇങ്ങനെ കണ്ടിരുന്ന കുറച്ച് സംഭവങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് ദിലീപ് എന്താണെങ്കിൽ ഈ മീഡിയാസിനൊക്കെ ദിലീപ് തന്നെ സ്ക്രിപ്റ്റിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. കുറച്ച് ഇവിടുത്തെ മീഡിയാസിനും കുറച്ച് ആൾക്കാരൊക്കെ നല്ല രീതിയിലുള്ള ഒരു സിനിമയ്ക്കകത്തുള്ള ഡയലോഗ്സ് നമുക്ക് കേൾക്കാൻ പറ്റും. എന്നാണെങ്കിൽ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ അതിന്റെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.